കാലദോഷം. രചന ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചൊല്ലുന്നത് സുവർണ. കുട്ടനേറെ കളിച്ചു വിയർക്കുന്നു, മുട്ടുപൊട്ടിച്ചിരങ്ങായി മാറുന്നു. ഒട്ടുമില്ല സമയത്തും കാലത്തും വീട്ടിലെത്താനവനൊരു ജാഗ്രത. മണ്ണിലെത്ര കളിച്ചു മറിഞ്ഞാലും ഉണ്ണിക്കില്ല മതിയാവതിപ്പോഴും. അച്ഛനോടമ്മ ചൊല്ലി പരിഭവം, അച്ഛനൊന്നും മിണ്ടിയതില്ലഹോ. ഏട്ടനിങ്ങനെയൊന്നുമല്ലാവൻ, കേട്ട പാതി അനുസരിച്ചിടുമേ. ഏതു മാന്ത്രികൻ മന്ത്രിച്ചു കെട്ടിയാൽ ഈ ചെറുക്കൻ കുസൃതി വിടിഞ്ഞിടും. കയ്യുരണ്ടും തലയിൽ പിണച്ചമ്മ ചിന്തിച്ചാകെ തളർന്നങ്ങിരുന്നു പോയി. കൊല്ലമങ്ങനെ 35ഓളം ഓടിയോടി കടന്നങ്ങു പോകവേ, ഉണ്ണിക്കുട്ടനിന്നുണ്ണികൾ 2 ഉണ്ണിയേറെ വളർന്നു വലുതായി. അച്ഛനെന്നുള്ള ഗൗരവഭാവത്തിൽ ഒച്ചയിട്ടവനോതുന്നു മക്കളെ, മുറ്റത്തങ്ങു പോയി കളിക്കെടാ, വീട്ടിലിങ്ങനെ കെട്ടിക്കിടക്കാതെ. അമ്പലമുറ്റത്തുണ്ടു കിടാങ്ങൾ, ചെന്നു വേഗം കളിക്കിനി നിങ്ങളും. എത്ര വട്ടം പറഞ്ഞു ഞാൻ, എന്നിട്ടും ഒട്ടുമില്ലൊരു ഭാവപ്പകർച്ചയും. അമ്പരപ്പോടെ പേരക്കിടാങ്ങടെ മെയ്യനങ്ങാത്ത ശീലങ്ങളെന്നുമേ കണ്ടു നിൽക്കുന്ന മുത്തശ്ശിക്കത്ഭുതം. ഇണ്ടലില്ലാതിരിക്കട്ടെ ദൈവമേ. പണ്ടു ഞാനോതി മക്കളെ, വേഗം നീ വീട്ടിലെത്തണം ചുറ്റിത്തിരിയാതെ. ഇന്നു നോക്കുമ്പോൾ പുത്തൻ തലമുറ വീട്ടിൽ നിന്നുമിറങ്ങാൻ മടിക്കുന്നു. കാലചക്രം തിരിയുന്ന നേരത്ത് ലോകരെല്ലാം തല തിരിഞ്ഞായിടും. രാപ്പകലെന്ന ഭേദമറിയാതെ പാഠഭാഗം പഠിക്കാതിരുന്നിട്ടു TV കാണുന്ന കുഞ്ഞു കിടാങ്ങളെ അച്ഛനമ്മമാരോടിച്ചകറ്റിടും. ഇന്നു മക്കളോടെന്നും മുടങ്ങാതെ TV കാണുവാൻ നിർബന്ധമോതിടും. അമ്മ കാണുന്ന കണ്ണീർ പരമ്പര ഇന്നു കാണുവാനൊട്ടും ഗതിയില്ല. ഫോണിലിങ്ങനെ കുത്തിയിരിക്കാതെ വേറെയില്ല പഠിക്കാനൊരു വഴി. തൊട്ടുപോകരുതെന്നുടെ ഫോണിനെ അട്ടഹാസത്തോടോതുന്നു താതനും. സെല്ലുലാറിൻ തകരാറു തീർക്കുവാൻ കുഞ്ഞുമക്കളെയുള്ളൂ ശരണവും. വീട്ടിനുള്ളിലിരുന്നു മടുത്താലും മുറ്റത്തോടി കളിക്കാൻ വഴിയില്ല. കാലമിങ്ങനെയായി ചമയുന്നു, കാലദോഷമെന്നോതാം ശിവ ശിവ. കാലമിങ്ങനെയായി ചമയുന്നു, കാലദോഷമെന്നോതാം ശിവ ശിവ.